നൈസായിട്ടുള്ള പുറകെ നിന്നൊരു കൊട്ട് കൊടുക്കുമല്ലോ, നമ്മളിന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് പുറകെ നിന്നൊരു കൊട്ട് കൊടുത്തിട്ട് തിരിഞ്ഞിരിക്കുമല്ലോ. അങ്ങനെ നാച്ചുറൽ സ്കൂളിനോട് വെല്ലുവിളിക്കുന്നുണ്ട്. ബെർണാഡ് പറഞ്ഞ ചലഞ്ച് ഞാൻ ചെയ്യാം, ധൈര്യമുണ്ടോ, ഗട്ട്സ് ഉണ്ടോ ആണ് വീണ്ടും എന്നെ പിടിച്ചിങ്ങോട്ടിട്ടത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോവുക. ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ ഞാൻ നാച്ചുറൽ സ്ക്വാഡിനെ അരുണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരുടെ ഹെൽത്തിന് പ്രയോറിറ്റി, ഹെൽത്തിന് വാല്യൂ കൊടുക്കുക, അതിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം, അതാണ് വേണ്ടുന്നത്. ഞാൻ 2 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിറോയിഡ്സ് ആണ്, അത് സപ്ലിമെൻറ്റ്സിൻ്റെ ഗുണത്തിൽ ഒരു കാരണവശാലും അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല. പറയുന്ന റിയാക്ഷൻ വീഡിയോ ആണേ. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ ചങ്കുകൾക്കും വെൽക്കം. അപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് നാച്ചുറൽ സ്ക്വാഡ് അരുണ് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അത് കമൻറ്റ് റിയാക്ഷൻ ഒരു വീഡിയോയ്ക്കകത്ത് കമൻറ്റ് റിയാക്ഷൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഊക്കുന്നത് എന്നെയും വ്യാസറിനെയാണ്. വ്യാസറിൻ്റെ പേര് പറഞ്ഞ് എനിക്കും കൂടെ ഊക്ക് വരുന്നുണ്ട്. എൻ്റെ പേരും കൂടെ വലിച്ചിട്ടിട്ട് നൈസായിട്ടുള്ള പുറകെ നിന്നൊരു കൊട്ട് കൊടുക്കുമല്ലോ, നമ്മളിന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് പുറകെ നിന്നൊരു കൊട്ട് കൊടുത്തിട്ട് തിരിഞ്ഞിരിക്കുമല്ലോ. അങ്ങനെ ചെറുതായിട്ടൊരു ഊക്കി എന്നെയും കൂടെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം അതുപോലെ ഇപ്പം എൻ്റെ പേരും കൂടെ വലിച്ചിട്ടിട്ട് വളരെ നമുക്ക് കണ്ട ഇഷ്ടം എനിക്ക് വയ്യ. ഇപ്പം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് കണ്ടിട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്കതിന് റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നി, അതിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ബെർണാഡുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഞാനപ്പം എൻ്റെ അടുത്ത് നമ്മൾ ഫോളോവറായിട്ടുള്ളൊരു ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്, ഒരു പയ്യൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. എനിക്കിതുപോലെ വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ബെർണാഡിൻ്റെ വീഡിയോയൊക്കെ ഞാൻ കണ്ട്, ബെർണാഡിൻ്റെയും അരുണിൻ്റെയും വീഡിയോ കണ്ട്. പിന്നെ വെല്ലുവിളിച്ചിട്ട് പിന്നെ ബെർണാഡ് അത് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അപ്പം ഇവർ മത്സരിക്കാൻ കണ്ട് എന്തോ ബെറ്റങ്ങണ്ട് വെച്ചല്ലേ, കോമ്പറ്റീഷൻ ചെയ്ത് വിജയിക്കും. ബെർണാഡ് എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. കോമ്പറ്റീഷൻ ചെയ്തിട്ട് അതിൽ വിജയിക്കുവാണെങ്കിൽ എന്തോ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബെർണാഡ് തന്നെ അതിൽ നിന്ന് അങ്ങ് മാറി. എനിക്കൊന്ന് ബെർണാഡ് പേടിച്ച് മാറിയെന്ന് തോന്നുന്നു കേട്ടോ. ഈ അരുണ് വന്നിരുന്നിട്ട് എൻഡൂറൻസിൻ്റെ കാര്യമൊക്കെ പറയുമല്ലോ, എൻഡൂറൻസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് 30 സെക്കൻഡിൽ 30 പുള്ളപ്പ് അടിക്കും, 30 സെക്കൻഡിൽ 30 പുഷപ്പ് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീരവാദമൊക്കെ വന്നിരുന്ന് മുഴക്കുമല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് പേടിച്ച് പിന്മാറിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ബെർണാഡ് ഏറ്റെടുക്കുന്നു കേട്ടോ. പിന്നെ അത് പിന്മാറിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഡയലോഗ് അടി മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നിയത് കണ്ടപ്പോഴത്തേക്ക്. അപ്പം വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ, ഞാൻ അരുണിനെ വെല്ലുവിളിക്കുന്നു, നാച്ചുറൽ സ്കൂളിനോട് വെല്ലുവിളിക്കുന്നുണ്ട്. ബെർണാഡ് പറഞ്ഞ ചലഞ്ച് ഞാൻ ചെയ്യാം, ധൈര്യമുണ്ടോ, ഗട്ട്സ് ഉണ്ടോ ചെയ്യാൻ? ഞാൻ പറയാം, ഞാൻ ചെയ്യാം. ഞാൻ പുള്ളപ്പാണെങ്കിലും പുഷപ്പാണെങ്കിലും 30 സെക്കൻഡിൽ ഞാൻ അടിക്കാം, കുഴപ്പമില്ല. അതുപോലെ പക്ഷേ വെയിറ്റ് ഇട്ട് ലെഗ് പ്രസ് ആണെങ്കിലും സ്ക്വാട്ട് ആണെങ്കിലും ഇതുപോലുള്ള വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യണം. മത്സരമായിരിക്കണം. മത്സരം എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡൂറൻസിൻ്റെ രണ്ടിൻ്റെ മത്സരമായിരിക്കണം. അതിൽ ആരാണോ ജയിക്കുന്നത് അവരാണ് അത് ലൈവായിട്ട് കാണിക്കണം കേട്ടോ. അല്ലാതെ ചുമ്മാ വീഡിയോ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇടും എന്നിട്ട് അരുണൊരു വീഡിയോ ഇടും, അങ്ങനെയല്ല. ലൈവായിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടിൻ്റെ ചാനൽ ലൈവായിട്ട് സ്ട്രീം ചെയ്യാം, കുഴപ്പമില്ല. ഏത് ജിമ്മാന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് വരാം. അങ്ങോട്ട് വന്നിട്ട് കോമ്പറ്റീഷൻ ചെയ്യാം. ഞാൻ റെഡിയാണ് കേട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല. അരുണെ, നീ തയ്യാറാണെങ്കിൽ, നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ നീ ഒരു ടൈം ഫിക്സ് ചെയ്യും, നീ ഒരു ദിവസം ഫിക്സ് ചെയ്യും. ഞാൻ ഇപ്പോഴാണെങ്കിൽ നാട്ടിലുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വരാം, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരാം. അപ്പം ഞാൻ ചലഞ്ച് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. ബെർണാഡിനെ പോലെയൊന്നും ഞാൻ പിന്മാറത്തില്ല. അപ്പം അതിൽ തോറ്റു കഴിഞ്ഞാൽ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ, നീ തോറ്റു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൻ്റെ പരിസരത്തോട്ടേ നീ വന്നേക്കില്ല കേട്ടോ. അപ്പം എന്തായാലും നിനക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മാറത്തൊന്നുമില്ല. അപ്പം ഓക്കെ, അത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അരുണ് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യുക കേട്ടോ, ഗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പം ഒരു വീഡിയോക്കകത്ത് വന്നിരുന്നത് ഗട്ട്സിൻ്റെ കാര്യം പറയുന്ന കണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം റിയാക്ഷനിലോട്ട് വരാം. അപ്പം ഞാൻ ലാസ്റ്റ് 1-2 വീഡിയോസിനകത്ത് ഞാൻ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റൊക്കെ ഓൺ കണ്ടൻറ്റൊക്കെ ഇട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് വീണ്ടും ലാസ്റ്റ് വീഡിയോക്കകത്ത് കമൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ട് ചുമ്മാ അതിനകത്ത് നമുക്കിട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പം എൻ്റെ പേര് വലിച്ചിടുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഊക്കുന്നത് യാസറിനെയാണ്. ഓക്കെ, അത് യാസറിൻ്റെ കാര്യം യാസർ അതിന് അഭിപ്രായം കൊടുക്കാതിരിക്കും, അതൊക്കെ യാസറിൻ്റെ ഇഷ്ടം.
ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ യാസർ ഇപ്പം വീണ്ടും സൽമാനെയും കൊണ്ട് വന്നിട്ടുണ്ട്. എന്തിനാന്ന് തോന്നുന്നു. കാരണം ഒരു വർഷം കഴിഞ്ഞ്, ഇപ്പോൾ ഒരു വർഷം ഏകദേശം ആവാറായി, ആ ടൈം പീരീഡ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ സൽമാനെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഓൾറെഡി അരുണും പറഞ്ഞിട്ടുണ്ട് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന്. അതുപോലെ ഇപ്പം കുറച്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും സൽമാനെ വെച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ പേരിൽ ചിലപ്പോൾ എടുത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഇനി ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം 2 മാസം കഴിഞ്ഞ് ഇനി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് അരുൺ പറഞ്ഞു. അപ്പം പറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. അതുകൊണ്ട് ഞാനിപ്പോഴും പറയാം, ഞാനും ചലഞ്ച് ആ ചലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ചെയ്തിട്ടും അല്ലെങ്കിൽ സൽമാനെ വെച്ചിട്ട് ചുമ്മാ വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അത് കഴിഞ്ഞു, ചുമ്മാ വെറുതെ ഇടാന്നേ ഉള്ളൂ. അപ്പം അതന്നല്ല, പിന്നെ ആ ബോഡിയിൽ, സൽമാൻ്റെ ആ ബോഡിയിൽ ഒരു വർഷം നല്ലപോലെ കളിച്ചാലും അല്ലെങ്കിൽ 2 വർഷം കളിച്ചാലും ആ ബോഡി അങ്ങനെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അതിന് സ്റ്റിറോയിഡോ വല്ലതും കൊടുക്കേണ്ടി വരും. ആ ബോഡിയുടെ കപ്പാസിറ്റി അത്രയുള്ളെന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ. ആ ബോഡിക്കകത്ത് വലുതായിട്ട് ഒരു ചേഞ്ചസും വരാൻ പോകുന്നില്ല. ആ ലീൻ ആയിട്ടുള്ളൊരു ബോഡി അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അതിനകത്തൊരു മസിൽ ബിൽഡിങ് നടത്തണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സപ്ലിമെന്റ്സും സ്റ്റിറോയിഡും കൊടുക്കണം. അല്ലാതെ ഇനി അതിനകത്ത് 2 കൊല്ലം ഇട്ട് അടിച്ചാലും അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ചലഞ്ച് ക്യാൻസൽ. വേറെ വല്ല ചലഞ്ച് ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോയി യാസറെ. പഴയ ചുമ്മാ ചലഞ്ചുമായിട്ട് ഇനിയും അതുമായിട്ട് പിടിച്ചോണ്ട് പോകല്ലേ, ബോറിംഗ് ആണേ കേട്ടോ. അപ്പം ഓക്കെ, എന്തായാലും ഈ നാച്ചുറൽ സ്ക്വാഡ് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇട്ട വീഡിയോയ്ക്കകത്ത് പറയുന്നത് ആദ്യം നോക്കാം, നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. സിംഹം ഒറ്റയ്ക്ക് വേട്ടയാടി, താൻ വേട്ടയാടിയിട്ട് തിന്ന് ഒറ്റയ്ക്ക് കയറി വരും. ഹൈനകൾ എങ്ങനെയാണ്? സിംഹം കഷ്ടപ്പെട്ട് വേട്ടയാടുമ്പോൾ ഹൈനകൾ കൂട്ടായിട്ട് വന്ന് സിംഹത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അതുപോലെയാണ് ഈ മുസ്തഖീം സലീം യാസറിന്റെ മാസ്റ്ററൊക്കെ. ഫൈനലി ബെർണാഡ് മെമ്പർ ആയിട്ടുണ്ട്. ഇത് അവിടെ ചെന്ന് എത്തുമോ എന്തോ. യാസർ മൂസ ബെർണാഡ്. യാസർ മൂസ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ ഉദ്ദേശം വേറെ. ഞാൻ ആദ്യം വിചാരിച്ച് ഈ യുവമാർക്ക് സത്യം യാഥാർത്ഥ്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. അരുൺ പറയുന്നതാണ്, ഞാനാണ് സിംഹം, നമ്മളെല്ലാവരും ഹൈനകളാണ്. അപ്പോൾ സിംഹം കാട്ടിൽ പോയി കഷ്ടപ്പെട്ട് മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഹൈന അത് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. സ്വയമേ അങ്ങ് പൊങ്ങുവാണ്, സ്വയമേ അങ്ങ് പറയുവാണ് ഞാൻ സിംഹമാണെന്ന്. ഇപ്പം ഏത് കാട്ടിലെ സിംഹമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് കാട്ടിലെ സിംഹമാണ് ഏറണേ? നീ സിംഹമെന്ന് പറയുന്ന സിംഹത്തിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹത്തിന് ഈ വേട്ടയാടി പിടിച്ച് മൃഗങ്ങളെ മൃഗീയമായിട്ട് പിടിച്ച് കൊല്ലാനുള്ള കഴിവേ ഉള്ളൂ. സിംഹത്തിൻ്റെ തലയ്ക്കകത്ത് ഒരു സാധനമില്ല, സിംഹത്തിന് ബുദ്ധിയില്ല. പക്ഷേ സിംഹം വേട്ടയാടി പിടിച്ച് സ്ട്രെങ്ത് വെച്ചിട്ട് മൃഗങ്ങളെ വേട്ടയാടി പോലും പിടിക്കത്തില്ല. പുലിയും കടുവയും പിടിച്ചുകൊണ്ടിരുന്ന ഇതിനെയൊക്കെ ആയിരിക്കും സിംഹം ബാലൻസ് ആയിരിക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ആയിരിക്കും ഹൈന പിടിച്ചുകൊണ്ട് വന്നത്. സിംഹം വേട്ടയാടി പിടിക്കുന്നത് അങ്ങനെ റെയറായിട്ടുള്ള സിംഹങ്ങളെ വേട്ടയാടി പിടിക്കാറേ ഉള്ളൂ. കൂടുതലും പുലി, കടുവ അങ്ങനെയുള്ളതൊക്കെ വേട്ടയാടി പിടിക്കുന്നതിൻ്റെ ബാക്കിയാണ് സിംഹവും പോയി ഭക്ഷിക്കുന്നത്. അപ്പോൾ സിംഹത്തിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യണ്ട. അപ്പം പിന്നെ ആൽഫയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ആൽഫ മെയിലാണെന്നൊക്കെ. എന്തോന്ന് ആൽഫ മെയിലാടി? ഇപ്പം സൊസൈറ്റിയെ റെസ്പെക്ട്, ആൽഫ മെയിലിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാവോ? സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ആൽഫ മെയിൽ. ഇയാൾ എവിടെയാണ് സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നത്? ചുമ്മാ വീട് മുമ്പിൽ വന്നിട്ട് അവിടെ ഇവിടെ തെറിവിളിയും അതിശയവും പൊട്ടത്തരം മണ്ടത്തരം ഒക്കെ, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അത് വേറെ വിഷയം. ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്, അത് വേറെ ആരെയും. ഓക്കെ, അതിലോട്ടൊന്നും പോകുന്നില്ല. സോഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഇപ്പം ഇവർ ഇപ്പം ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അന്തർഘാതം എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ. വേറൊരു വീഡിയോക്കകത്ത് ഇവർ പറയുന്ന ഒരു കുറേ പൊട്ടത്തരങ്ങളുണ്ട്. രണ്ടുപേരും പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. ഇപ്പം ഏർലി ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അന്തർഘാതർ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഏർലി ഹ്യൂമൻസ്. ഇപ്പോഴും ഏർലി ഹ്യൂമൻസിൻ്റെ കുറേയൊക്കെ പിൻപറ്റി പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ആഫ്രിക്ക പോലുള്ള നാടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഏർലി ഹ്യൂമൻസിൻ്റെ അതേ ജീവിതശൈലിയൊക്കെ പിൻപറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വെയിലും വെട്ടവും അതുപോലെ കറണ്ടും മൊബൈലും ഒന്നും ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കാട്ടിലൊക്കെ. ഇപ്പം സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഏർലി ഹ്യൂമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരോ ചേരിയായിട്ട് ഗ്രൂപ്പായിട്ട് ഓരോരോ ഏരിയകൾ, ഇപ്പം പുഴക്കരയിൽ അവിടെ ഇവിടെയൊക്കെ പോയി താമസിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പം ഇപ്പം അതിനകത്ത് പറയുന്നുണ്ടല്ലോ, എന്താണ് ഏർലി ഹ്യൂമൻസ് അവരുടെ കയ്യിൽ ആയുധമില്ല, അവരല്ലേ ഇറച്ചി തിന്നത്തില്ല, മീൻ തിന്നത്തില്ല, മറ്റേ തിന്നത്തില്ല. അപ്പം അങ്ങനെയൊന്നുമല്ല. ഏർലി ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഇവർ മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നത് കണ്ടും, അതുപോലെ ചത്ത മൃഗങ്ങൾ, അതുപോലെ മൃഗങ്ങൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കി ആഹാരങ്ങൾ, പച്ചില, ഇല അങ്ങനെയുള്ളതൊക്കെയാണ് ഇവർ ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവർ കൂടുതലും പുഴക്കരയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു പോയി താമസിച്ചുകൊണ്ടിരുന്നത്. എവിടാണ് ഫുഡ് കിട്ടുന്ന അങ്ങനെയുള്ള ഏരിയയിലായിരുന്നു ഇവർ ആദ്യം പോയി താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മൃഗങ്ങളാണ് വേട്ടയാടി പിടിക്കുന്നത് എങ്ങനെയാണെന്ന്
ഇവരെ കാണിച്ചു കൊടുക്കുന്നത്. മൃഗങ്ങൾ പിടിക്കുന്നത് കണ്ടിട്ടാണ് ഇവർ വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് പിടിക്കുന്നതും പിന്നെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം. ഇപ്പം മൃഗങ്ങളെ പോലെ ഓടിപ്പോയിട്ട് ചാടിപ്പോയിട്ട് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവർ കല്ലുകളൊക്കെ കൊണ്ടിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കല്ല് കൊണ്ടിട്ട് ഓരോ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി അത് വെച്ചിട്ടൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇടിച്ചും അല്ലെങ്കിൽ എറിഞ്ഞും മൃഗങ്ങളെ വേട്ടയാടി അങ്ങനെയാണ് ഇവർ തിന്നുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഇപ്പം ഈ വാട്സാപ്പും അതുപോലെ തന്നെ വാട്സാപ്പ് തന്നെ ഒരു വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷൻ കൊണ്ട് ഒരു വർഷത്തെ ഒരു ജനറേഷൻ കൊണ്ട് തന്നെ വാട്സാപ്പിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടല്ലോ. അതുപോലാണ് ആ ഹ്യൂമൻ ജീവിച്ചിരുന്ന കാലത്തെ ഓരോ ആ ജനറേഷനിലെ ആൾക്കാർ എന്നെ കുറേ മാറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതെല്ലാം അവർ തന്നെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അതൊന്നും പിന്നുള്ള കാലങ്ങളിൽ അന്നത്തെ കാലങ്ങളിൽ തന്നെ അവരെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പിന്നെ കുറേ അപ്ഡേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പം പഴയ ആയുധങ്ങൾ എന്ന് വെച്ചാൽ കല്ല് വെച്ചിട്ടാണ് ഇടിച്ചു പൊട്ടിക്കുന്നതും ചതയ്ക്കുന്നതല്ല. അതിങ്ങനെ അതിങ്ങനെ അപ്ഡേറ്റിംഗ് ആയി ഇപ്പം നമ്മളെ കത്താളിൽ വരെ അത് എത്തി നിൽക്കുകയാണ്, വാളിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കുറേ അപ്ഡേഷൻ ഒക്കെ നടക്കുന്നത്. ഇവർ ഈ പറയുന്നത് ചുമ്മാ കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഏർലി ഹ്യൂമനെ പറ്റി, അന്തർഗാത ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. അപ്പം പണ്ട് കാലത്ത് എല്ലാം ഉപയോഗിച്ചിരുന്നു, ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, അതുപോലെ വേട്ടയാടി പിടിച്ചിരുന്ന മീറ്റ് കഴിച്ചിരുന്നു, എല്ലാം. അങ്ങനെ ഇന്ന ഫുഡൊന്നുമില്ല, അവരെ കണ്ണി കണ്ടതെല്ലാം അവർ വാരി വലിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ വേറൊരു പൊട്ടത്തരം, അതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇപ്പം ഈ അരുണ് റീസെൻ്റായിട്ട് സ്റ്റിറോയിഡ്സിനെയും ഡൈനാബോൾ സ്റ്റിറോയിഡ്സിനെയും അതുപോലെ സപ്ലിമെൻറ്റ്സിനെയും കമ്പയർ ചെയ്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. സപ്ലിമെൻറ്റ്സിനെയും ഇതുപോലെ ഡൈനാബോൾ സ്റ്റിറോയിഡ്സ് ആണെന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെയുള്ള വീഡിയോയ്ക്കാണ് ഞാൻ കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. കാരണം വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതാണ് വേണ്ടുന്നത്. ഇപ്പോൾ ഡൈനാബോൾ സ്റ്റിറോയിഡ്സ് ആണ്. അത് സപ്ലിമെൻറ്റ്സിൻ്റെ ഗുണത്തിൽ ഒരു കാരണവശാലും അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല. ഡൈനാബോൾ ഈ സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് പ്രോട്ടീൻ ഷോപ്പിൽ ലീഗലായിട്ട് അത് സെയിൽ ചെയ്യുന്നില്ല? ഇല്ലീഗലായിട്ട് കിട്ടും കേട്ടോ, ഇല്ലീഗലായിട്ട്. പിന്നെ നമുക്ക് അറിയാമെങ്കിൽ ചിലപ്പം ചില ആൾക്കാർ നമുക്ക് എടുത്തു തരും. അല്ലാതെ ഒരു സപ്ലിമെൻറ്റ് ഷോപ്പിലും ഇത് ലീഗലായിട്ട് അവിടെ ഡിസ്പ്ലേയിലോ ഒരിടത്തും വെക്കത്തുമില്ല, സെയിൽ ചെയ്യത്തുമില്ല. ഇല്ലീഗലായിട്ട് കിട്ടും. ഇല്ലീഗലായിട്ട് എവിടെ വേണമെങ്കിലും സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ ഇത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒന്നും ഈ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ മെഡിക്കൽ ഫീൽഡിനകത്ത് ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റിറോയിഡ്. ഇപ്പം കുഞ്ഞു പിള്ളേരിൽ 2-3 മാസം തികയാതെ പ്രസവിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേരിൽ ഈ ഗ്രോത്ത് ഹോർമോൺ കൊടുക്കുന്നുണ്ട്, സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിറോയിഡ് കുത്തിവെച്ചിട്ടാണ് പിന്നെ അവരെ വളർച്ചയ്ക്ക് അത് ഡോക്ടർമാർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഡേഞ്ചറായിട്ടുള്ള അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഡേഞ്ചറാണ്. അപ്പം ഇത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു വസ്തു സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ നിന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന അതിനെതിരെ ഞാൻ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് തെളിയിക്കുക, ഒരു സപ്ലിമെൻറ്റ് ഷോപ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഡൈനാബോൾ സ്റ്റിറോയിഡ്സ് സപ്ലിമെൻറ്റ്സ് ആണോ അല്ലയോ സപ്ലിമെൻറ്റ്സ് ആണെന്ന് തെളിയിക്കുക, അതാണ് വേണ്ടുന്നത്. എത്രയോ ന്യൂട്രീഷൻ ഷോപ്പ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ന്യൂട്രീഷൻ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനുമായിട്ട് സംസാരിച്ച് അത് തെളിയിക്കണം, വീഡിയോയുടെ മുമ്പിൽ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളെല്ലാം, ഇങ്ങനെയുള്ള ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പൊട്ടത്തരങ്ങൾ പറയുന്നതിനെയാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു ഇൻറ്റൻഷനും വെച്ചിട്ട് ഞാൻ ആക്രമിക്കാനോ അല്ലെങ്കിൽ താത്തിക്കെട്ടാനോ ഞാൻ വന്നിട്ടില്ല. പറയുന്ന കാര്യങ്ങൾ, ഫിറ്റ്നസ്സുപരമായിട്ട് പറയുന്ന കാര്യങ്ങൾ കുറേ ഉടായ്പും പൊട്ടത്തരം ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം, അതാണ് വേണ്ടുന്നത്. ഞാൻ 2 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പൂച്ചസാർ പാല് കുടിക്കുന്നത് ആരും കാണാറില്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം സത്യമായിട്ട് വരുന്നു. ഇപ്പം നാച്ചുറൽ സ്കൂൾ അരുൺ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പോകണമെന്നൊരു വീഡിയോ ഉണ്ടല്ലോ, എൻ്റെ ആ വീഡിയോയും ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ അന്ന് 2 മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം സത്യമാവുന്നു എന്ന് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നാച്ചുറൽ സ്ക്വാഡിനെ, അരുണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരുടെ ഹെൽത്തിന് വാല്യൂ കൊടുക്കുക, അതിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്.
എന്നിരുന്നാൽ തന്നെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതിനോട് ഞാൻ ഇതില്ല കേട്ടോ, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നാച്ചുറലായിട്ട് സ്റ്റിറോയിഡ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ജിമ്മിലുണ്ട്. അതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കുക, അതിനെ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനെ ഞാൻ സപ്പോർട്ടാണ്, അതിനെ ഞാൻ ഇപ്പോഴും സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പം നാച്ചുറൽ സ്ക്വാഡ് എന്നൊരു വ്യക്തിയോടല്ല എനിക്ക് ഇത്, നാച്ചുറൽ സ്ക്വാഡ് എന്നൊരു വ്യക്തി പറയുന്ന ചില അഭിപ്രായങ്ങളോടാണ് എനിക്ക് എതിർപ്പ്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ തന്നെ അരുൺ പറയുന്നുണ്ട് ഞാൻ മീൻ ഗുളിക എടുക്കാൻ പോവാണ്. മീൻ ഗുളികയും സപ്ലിമെൻറ്റ്സ് ആണ്, അല്ലാതെ അത് വേറൊന്നുമല്ല. മീൻ ഗുളികയും സപ്ലിമെൻറ്റ്സ് ആണ്. ഇപ്പം മുമ്പുള്ള വീഡിയോകളിലൊക്കെ സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ട് രൂക്ഷമായിട്ട് സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ സപ്ലിമെൻറ്റ്സിലോട്ട് വരുന്ന അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ 2 മാസം മുമ്പുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം സത്യമായി വരുന്നു നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും കേട്ടോ. ഈ ഇൻറ്റൻഷനോട് ചെയ്യുന്നൊരു വീഡിയോയും ഒരാളെ താഴ്ത്തിക്കെട്ടാനായിട്ട് ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന വീഡിയോയും അല്ലെങ്കിൽ നോർമലായിട്ട് റിയാക്ഷനായിട്ട് ചെയ്യുന്ന വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഇൻറ്റൻഷനോടുകൂടി അല്ലെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ ചെയ്തിട്ടുള്ള അർണിനെതിരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യാസറിനെതിരെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ ആ തെറ്റ് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ പറയുന്ന മിസ്റ്റേക്കുകൾ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ മിസ്റ്റേക്ക് ഒന്നും പറയാതെ വെറും റിയാക്ഷനായിട്ട് അവരെ ആണി അടിച്ച് താക്കുന്ന രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ അരുണിൻ്റെ വീഡിയോയിൽ, പല വീഡിയോയിലും ഒരുപാട് അരുൺ പറഞ്ഞല്ലോ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ചാനലിനകത്ത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് പല ആൾക്കാരിലെ സുഭാഷൻ തന്നെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ താത്തിക്കെട്ടി അടിക്കുന്ന പോലെയാണ് താത്തിക്കെട്ടി തരം താഴ്ത്തി സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ അവർ കാണിച്ച മിസ്റ്റേക്കുകൾ പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. അപ്പം മിസ്റ്റേക്ക് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് വിഡ്ഢിത്തരമാണ് പൊട്ടത്തരമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചൂണ്ടിക്കാണിക്കണം, ആ തെറ്റും കൂടെ തിരുത്തി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വേണം വീഡിയോ ചെയ്യാൻ കേട്ടോ. അപ്പം പിന്നെ പുള്ളപ്സിൻ്റെ കാര്യം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇനി റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം വെറുതെ അരുണാണ് വീണ്ടും എന്നെ പിടിച്ചിങ്ങോട്ടിട്ടത്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോവുക, ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പോവുക. യാസറുമായിട്ടുള്ള പുള്ളപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് പുള്ളപ്സ് യാസർ കാല് മടക്കി പുള്ളപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. അപ്പം അരുണ് വീഡിയോയിൽ പിന്നെ പറയുന്നുണ്ട് പുള്ളപ്സ് അങ്ങനല്ല ചെയ്യേണ്ടത്, കാല് സ്ട്രെയിറ്റ് ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ.